നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. രൂക്ഷമായ വേനലിൽ പോലും പൈനാപ്പിളിന് വിലയിടിവ്. കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. വില കൂപ്പുകുത്തിയതോടെ കർഷകർ വലിയ പ്രതിസന്ധിയിലായി. മൂവാറ്റുപുഴയിൽ വികസന സ്വപ്നങ്ങൾ പങ്കുവച്ച് 2020 NDA സ്ഥാനാർത്ഥി സണ്ണി തോമസ് കടുത്താഴെ ആയവന ആവോലി പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. ആയവന പാലക്കുഴ മണ്ഡലങ്ങളിലെ പര്യടനങ്ങൾ പൂർത്തിയാക്കി മാത്യു കുഴൽനാടൻ. KPCC ജനറൽ സെക്രട്ടറി നിഷ സോമൻ തെറ്റയിൽ പര്യടനം ഉദ്ഘാടനം ചെയ്തു. പ്രചാരണ സാമഗ്രികൾ നശിപ്പിച്ചതായി പരാതി. 2020 NDA സ്ഥാനാർത്ഥി സണ്ണി തോമസ് കടുത്താഴയുടെ പ്രചാരണ സാമഗ്രികളാണ് നശിപ്പിച്ചത്. പായിപ്ര പഞ്ചായത്ത് മണ്ടൻ കവലയിലാണ് സാമഗ്രികൾ നശിപ്പിച്ചത്. സ്ത്രീ സമൂഹത്തെ അധിക്ഷേപിച്ച് സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ഒറ്റയ്ക്ക് പോരാടിയ AP രതീഷിന് വനിതാ കൂട്ടായ്മയുടെ ആദരം. മൊമന്റോ നൽകിയും ഷാൾ അണിയിച്ചുമാണ് ആദരിച്ചത്. വാർത്തകൾ വിശദമായി. രൂക്ഷമായ വേനലിൽ പോലും പൈനാപ്പിളിന് വിലയിടിവ്. പൈനാപ്പിൾ വിപണിയിൽ കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് വില കൂപ്പുകുത്തിയതോടെ കർഷകർ വലിയ പ്രതിസന്ധിയിലായി. പൈനാപ്പിളിന്റെ ഉത്പാദന ചെലവ് 50% വർദ്ധിച്ച സാഹചര്യത്തിൽ വിലയിടിവ് കർഷകരുടെ നടുവൊടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് പൈനാപ്പിൾ വിലയിൽ പകുതിയോളം കുറവാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്പെഷ്യൽ ഗ്രേഡ് പൈനാപ്പിളിന് 2024 കിലോയ്ക്ക് 50 രൂപയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറും 34 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. 2023-24 കാലഘട്ടത്തിൽ 53 രൂപയുണ്ടായിരുന്ന പഴുത്ത പൈനാപ്പിളിന് ഇപ്പോൾ 33 രൂപ മാത്രമാണ് വിപണി വില. പച്ച പൈനാപ്പിളിന് കിലോയ്ക്ക് 20 മുതൽ 25 രൂപയായി വില താഴ്ന്നു. കനത്ത ചൂട് മൂലം പൈനാപ്പിൾ പാകമാകാൻ സാധാരണയേക്കാൾ 20 ദിവസം അധികമെടുത്തു. റംസാൻ വിപണി ലക്ഷ്യമാക്കി നടക്കേണ്ടിയിരുന്ന വിളവെടുപ്പ് ഇതോടെ വൈകുകയും ഇപ്പോൾ എല്ലാ തോട്ടങ്ങളിലും ഒരേ സമയം വിളവെടുപ്പ് നടക്കുകയും ചെയ്തത് വിപണിയിൽ ലഭ്യത കൂട്ടി. റംസാനും ഹോളിയും ഒരേ സമയം വന്നത് ഉത്തരേന്ത്യയിലേക്കുള്ള ലോറി സർവീസുകളെ ബാധിച്ചു. ഡ്രൈവർമാർ അവധിയിൽ പ്രവേശിച്ചതോടെ ലോറി ക്ഷാമം മൂലം പൈനാപ്പിൾ വിളവെടുത്ത് ലോഡുകൾ കയറ്റി അയക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അപ്പോൾ വിളവെടുക്കാൻ കഴിയാതിരുന്ന പൈനാപ്പിൾ പഴുത്ത വിപണിയിലേക്ക് വലിയ തോതിൽ എത്തുകയും ചെയ്തതോടെ വിലയിടിവിന് ആക്കം കൂട്ടി. നിലവിൽ വിപണിയിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഡിമാൻഡ് ഇല്ലാത്തതും കർഷകർക്ക് തിരിച്ചടിയായി. 4 വർഷം മുൻപത്തെ അപേക്ഷിച്ച് കൃഷിച്ചെലവിൽ 50% വർധന ഉണ്ടായിട്ടുണ്ട്. വളം, കൂലി, അനുബന്ധ ചെലവുകൾ എന്നിവ വർദ്ധിച്ചിട്ടും ഉത്പന്നത്തിന് ലഭിക്കുന്ന വില കുറയുന്നത് കർഷകരെ കടക്കണിയിലേക്ക് തള്ളിവിടുകയാണ്. സ്കൂൾ അവധി ആരംഭിക്കുന്നതോടെ ജ്യൂസ് കടകളിലും മറ്റും പൈനാപ്പിൾ ഉപയോഗം കൂടുമെന്നും ഈസ്റ്റർ, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ വരുന്നതോടെ വിപണിയിൽ ചെറിയ മുന്നേറ്റം ഉണ്ടാകുമെന്നുമാണ് കർഷകരുടെ പ്രതീക്ഷ. മൂവാറ്റുപുഴയിൽ വികസന സ്വപ്നങ്ങൾ പങ്കുവച്ച് 2020 NDA സ്ഥാനാർത്ഥി സണ്ണി തോമസ് കടുത്താഴെ ആയവന ആവോലി പഞ്ചായത്തുകളിലായിരുന്നു വ്യാഴാഴ്ച സണ്ണി തോമസ് കടുത്താഴെ പര്യടനം നടത്തിയത്. മൂവാറ്റുപുഴയിൽ വികസന സ്വപ്നങ്ങൾ പങ്കുവച്ച് 2020 NDA സ്ഥാനാർത്ഥി സണ്ണി കടുത്താഴെ ആയവന ആവോലി പഞ്ചായത്തുകളിലായിരുന്നു വ്യാഴാഴ്ച സണ്ണി തോമസ് കടുത്താഴെ പര്യടനം നടത്തിയത്. ആയവന പുന്നമറ്റം കവലയിൽ നിന്നാരംഭിച്ച പര്യടനം BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ P. മോഹൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് 2 പഞ്ചായത്തുകളിലെയും വിവിധയിടങ്ങളിൽ നൽകിയ സ്വീകരണത്തിൽ വൻ ആവേശത്തോടെയാണ് പ്രദേശവാസികളും പാർട്ടി പ്രവർത്തകരും ചേർന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. ഇവിടെ 2020യുടെയോ എന്റെയോ പടുകൂറ്റൻ ഫ്ലെക്സുകളോ ബാനറുകളോ കോടികൾ ചെലവഴിച്ചുള്ള പ്രചാരണങ്ങളോ ഒന്നും നിങ്ങൾ കാണുകയില്ല. അതിന് ശ്രമിക്കണം. കാരണം ലക്ഷങ്ങൾ മുടക്കി ദശലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ബിസിനസ് അല്ല രാഷ്ട്രീയമെന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. കോടികൾ മുടക്കി ശതകോടികൾ സമ്പാദിക്കുന്ന വ്യവസായമല്ല പൊതുപ്രവർത്തനം എന്ന തിരിച്ചറിവ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് കോടികൾ ഒഴുക്കി നമ്മൾ ഈ ഇലക്ഷൻ പ്രചരണം നടത്താത്തത്. നമ്മുടെ നാടിന്റെ ഗതികേടെന്ന് പറയുന്നത് എന്താ? ഇലക്ഷന് വേണ്ടി കോടികൾ മുടക്കും, ഇഷ്ടംപോലെ ഫ്ലെക്സുകളും കട്ടൗട്ടുകളെല്ലാം വെക്കും. പക്ഷേ ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ ഈ മുടക്കിയതിന്റെ പല ഇരട്ടി തിരിച്ചു പിടിക്കാനുള്ള ശ്രമമായിട്ട് പൊതുപ്രവർത്തനം മാറിയിരിക്കുന്നു. അഴിമതിക്കൊക്കെ അടിസ്ഥാന കാരണം അതുതന്നെയാണ്. NDA നേതാക്കളായ B. ബിനുകുമാർ, KP തങ്കക്കോട്ടൻ, KK അനീഷ് കുമാർ, അജീഷ് തങ്കപ്പൻ, AS വിജുമോൻ, അഡ്വക്കേറ്റ് ചാൾസ് പോൾ, അഡ്വക്കേറ്റ് ഹിസ്റ്റി എംസാനി, ഡോക്ടർ ഷർമിള തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിക്കൊപ്പം സ്വീകരണത്തിൽ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.
ആയവന പാലക്കുഴ മണ്ഡലങ്ങളിലെ പര്യടനങ്ങൾ പൂർത്തിയാക്കി മാത്യു കുഴൽനാടൻ. പാലക്കുഴയിൽ നടന്ന പര്യടനത്തിന്റെ ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറി നിഷ സോമൻ തെറ്റേൽ നിർവഹിച്ചു. UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ ആയവന പാലക്കുഴ മണ്ഡലങ്ങളിലെ പര്യടനങ്ങൾ പൂർത്തിയാക്കി. പൊതുപര്യടനത്തിന്റെ 4ാം ദിവസമായിരുന്ന തിങ്കളാഴ്ച പര്യടനത്തിന്റെ ഉദ്ഘാടനം പാലക്കുഴയിൽ KPCC ജനറൽ സെക്രട്ടറി നിഷ സോമൻ തെറ്റയിൽ നിർവഹിച്ചു. വളരെ ശുഭപ്രതീക്ഷയോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന പ്രതീക്ഷകൾ, ഉറപ്പുകൾ, ഗ്യാരണ്ടികൾ അത് കേരള സമൂഹം ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ജനത അനുഭവിച്ച ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, അസമാധാനങ്ങൾ, ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഒരു വലിയ പ്രതീക്ഷ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന 5 പ്രതീക്ഷകൾ, 5 ഗ്യാരണ്ടി ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് ചരിത്രത്തിലില്ലാത്ത വിധം ഒരു വലിയ പ്രതീക്ഷ നൽകുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപ ആക്കിക്കൊണ്ട് നമ്മുടെ വീടുകളിലിരിക്കുന്ന മാതാപിതാക്കൾക്ക്, അത് അർഹമായ ആളുകൾക്ക് ആ പെൻഷൻ ലഭിക്കുന്നതോടുകൂടി മറ്റൊരു സൗഹാർദ്ദപരമായ സംസ്ഥാനത്തിന് കേരളം സാക്ഷിയാകാനായിട്ട് പോവുകയാണ്. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉജ്ജ്വല വരവേൽപ്പാണ് UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. MLA എന്ന നിലയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചാണ് മാത്യു കുഴൽനാടൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ അന്ന് നിങ്ങൾക്ക് തന്ന വാക്കുപോലെ എന്നാൽ കഴിയുന്നത് പോലെ ആത്മാർത്ഥമായും സത്യസന്ധമായും സുതാര്യമായും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സമൂഹത്തിൽ ഉയർന്നു വന്ന അധാർമികതയ്ക്കും അനീതിക്കും അഴിമതിക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്തതിനപ്പുറത്തേക്ക് നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി, മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി 1298 കോടി രൂപയുടെ വികസന പദ്ധതികൾ നേടിയെടുക്കാനും അത് നടപ്പിലാക്കാനും നമുക്ക് കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞു. നമ്മളോടുള്ള വൈരാഗ്യം കൊണ്ട് ഈ സർക്കാർ തടഞ്ഞു വെച്ചതോ വൈകിപ്പിച്ചതോ ഇല്ലായ്മ ചെയ്തതോ ആയ പദ്ധതികൾ പകരവും പലിശയുമായി നാടിനു വേണ്ടി നേടിയെടുക്കാൻ, മൂവാറ്റുപുഴയുടെ ജനപ്രതിനിധിയാകാൻ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി നിങ്ങൾ എന്നെ വിജയിപ്പിക്കണമെന്ന വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. UDF ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഉല്ലാസ് തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KM സലീം, KM അബ്ദുൾ മജീദ്, KM പരീദ്, ജോസ് വള്ളമറ്റം, ജോസ് പെരുമ്പിള്ളിക്കുന്നിൽ, ഷൈസൻ പി മാങ്ങഴ, ജീമോൻ പോൾ, TN സുനിൽ, സുഭാഷ് കടയ്ക്കോട്, സാജു വർഗീസ്, ഫ്രാൻസിസ് ആൻഡ്രൂസ്, മുഹമ്മദ് ഇലഞ്ഞായി എന്നിവർ പ്രസംഗിച്ചു. പട്ടാളക്കുരിശ്, ഉപ്പുകണ്ടം, അമ്പലംകുന്ന്, വട്ടക്കുന്നേത്താഴം, കാപ്പിപ്പള്ളി, പാലക്കുഴ കവല, കാവുംഭാഗം, മൂങ്ങാംകുന്ന്, ഇല്ലിക്കുന്ന്, വലിയ കണ്ടം, പള്ളിത്താഴം, മാറിക, കണ്ണാടിക്കണ്ടം, കുട്ടിക്കവല, അമ്പാട്ടുകണ്ടം, കാരമല, ഐനുമാക്കിൽ, വണ്ടമ്പ്ര, പുളിക്കമാലി, വാരിശ്ശേരിത്താഴം, അറയാനിച്ചുവട്, പട്ടാളക്കുരിശ്, ഷാപ്പ് കവല, വട്ടക്കുന്നേത്താഴം, പാലക്കുഴ കവല എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണം. UDF തരംഗം കോതമംഗലത്ത് ആഞ്ഞടിക്കുകയാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. UDF സ്ഥാനാർത്ഥി ഷിബു തെക്കമ്പുറത്തിന്റെ വിജയത്തിനായി നടത്തിയ റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു MP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലത്തു നിന്നും UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം വൻ വിജയം നേടുമെന്നും UDF തരംഗം കോതമംഗലത്ത് ആഞ്ഞടിക്കുകയാണെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരുമലപ്പടിയിൽ നിന്നും UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന്റെ വിജയത്തിനായി ഷാഫി പറമ്പിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് ശേഷം ചെറിയ പള്ളിത്താഴത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു MP. ആരാണ് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കാൻ പോകുന്നത്? ആരാണ് ഈ നാട്ടിലെ പെൻഷൻ 3000 വർദ്ധിപ്പിക്കാൻ പോകുന്നത്? ആരാണ് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ 5 ലക്ഷത്തിന്റെ വായ്പ കൊടുക്കാൻ പോകുന്നത്? ആരാണ് ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നടപ്പിലാക്കാൻ പോകുന്നത്? ആരാ വയറ്റിൽ കത്രിക വെച്ച് പറഞ്ഞത്? ആരാ ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയത്? ആരാ സ്വർണം ചെമ്പാക്കി മാറ്റിയത്? ആരാ ഗുണ്ടായിസത്തിന് നേതൃത്വം നൽകുന്നത്? ആരാ ഗുണ്ടാരാജിന് നേതൃത്വം നൽകുന്നത്? ആരാ അഴിമതി നടത്തി നാടിനെ വെറുപ്പിക്കുന്നത്? ആരാ സംശയം ചോദിക്കുന്നവരോട് വീട്ടിൽ പോയി ചോദിക്കുന്നവരാണ്? അത്തരം അഹങ്കാരത്തെ ഒന്നും ഇനി കോതമംഗലം വെച്ചു പൊറിപ്പിക്കരുത്. ഇത് തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിച്ചിട്ട് മെയ് 4 ശേഷം സത്യപ്രതിജ്ഞ നടക്കുമ്പോ സ്പീക്കറുടെ ചെയറിൽ നിന്ന് വിളിക്കണം. എന്താ വിളിക്കണ്ടേ?
സ്പീക്കറുടെ ചെയറിൽ നിന്ന് സത്യപ്രതിജ്ഞക്ക് വിളിക്കുമ്പോ പറയണം അഡ്വക്കേറ്റ് ഷിബു തെക്കുംപുറം എന്നുള്ളത് ഷിബു തെക്കുംപുറം എന്നുള്ളത് പറയിപ്പിക്കോ? വാക്കാണ്, ഉറപ്പാണ്. ഇലക്ഷൻ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി ടി.യു. കുരുവിള, ചെയർമാൻ ഷമീർ പനിക്കൻ, ജനറൽ കൺവീനർ ഇബ്രാഹിം കവലയിൽ, സെക്രട്ടറി ബാബു എലിയാസ്, UDF ഇലക്ഷൻ കമ്മിറ്റി നിയോജക മണ്ഡലം നിരീക്ഷകൻ ബോബൻ ജേക്കബ്, UDF നിയോജക മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ AG ജോർജ്, KP ബാബു, PK മൊയ്തു, PM സക്കറിയ, AT പൗലോസ്, മാത്യു ജോസഫ്, AC രാജശേഖരൻ, MS എൽദോസ്, അബു മൊയ്തീൻ, ഭാനുമതി രാജു, ജസി സാജു, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, മുനിസിപ്പൽ കൌൺസിലർമാർ, വാർഡ് മെമ്പർമാർ എന്നിവർ നേതൃത്വം നൽകി. ഇരുമലപ്പടിയിൽ നിന്നും വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് നൂറുകണക്കിന് ആളുകൾ റോഡ് ഷോയിൽ അണിചേർന്നത്. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. പായിപ്ര പഞ്ചായത്ത് മണ്ടൻ കവലയിൽ മൂവാറ്റുപുഴ 2020 NDA സ്ഥാനാർത്ഥി സണ്ണി തോമസ് കടുത്താഴയുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിച്ചതായി പരാതി. തെരഞ്ഞെടുപ്പ് പരാജയ ഭീതി പൂണ്ട എതിർ പാർട്ടികൾ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ NDA സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സുകളും പോസ്റ്ററുകളും നശിപ്പിക്കുന്നതായി ന്യൂനപക്ഷ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ജബ്ബാർ മുണ്ടയ്ക്കൽ, പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ബിനു കുരുവിള, ജനറൽ സെക്രട്ടറി ഹരിചന്ദ്രൻ എന്നിവർ ആരോപിച്ചു. ഇത്തരം നടപടികൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് 2020 NDA നേതാക്കൾ ആവശ്യപ്പെട്ടു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ, ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. അന്ത്യത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്ന ചടങ്ങുകളാണ് പള്ളികളിൽ നടന്നത്. യേശുക്രിസ്തു തന്റെ 12 ശിഷ്യന്മാരോടൊപ്പം നടത്തിയ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. 50 നോമ്പിലെ വിശുദ്ധവാരത്തിലെ 5-ാം ദിവസമായ ഇന്ന് വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്ന ചടങ്ങുകളാണ് പള്ളികളിൽ നടന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ തന്നെ ശൂന്യമാക്കുവാനും എളിമപ്പെടുവാനായിട്ടും അതോടൊപ്പം തന്നെ നമ്മിലോട്ട് തന്നെ ഒരു തിരിഞ്ഞുനോട്ടം നടത്തുവാനായിട്ടുള്ള ഒരു ദിവസം കൂടെയാണ് ഈ പെസഹ വ്യാഴം. അന്ത്യത്താഴ വേളയിൽ യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെ മാതൃക കാണിച്ചതിനെ അനുസ്മരിച്ച് പള്ളികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ പാദങ്ങൾ കഴുകുന്ന കാൽക്കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ തോമസ് വെലങ്ങുപാറയിൽ കാർമ്മികത്വം വഹിച്ചു. പെസഹായോടനുബന്ധിച്ച് ക്രൈസ്തവ ഭവനങ്ങളിൽ അപ്പവും പാലും തയ്യാറാക്കി പ്രാർത്ഥനയോടെ മുറിച്ചു പങ്കിടുന്ന ചടങ്ങുകളും നടന്നു. കുരിശുമരണത്തിന് മുന്നോടിയായി യേശു നൽകിയ പുതിയ ഉടമ്പടിയുടെ സ്മരണ കൂടിയാണ് ഈ ദിനം. വിശുദ്ധവാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് ശേഷം വെള്ളിയാഴ്ച ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണയിൽ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കും. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. സ്ത്രീ സമൂഹത്തെ അധിക്ഷേപിച്ച സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ഒറ്റയ്ക്ക് പോരാടിയ AP രതീഷിന് വനിതാ കൂട്ടായ്മയുടെ ആദരം. മൊമന്റോ നൽകിയും ഷാളണിയിച്ചുമാണ് രതീഷിനെ ആദരിച്ചത്. സ്ത്രീ സമൂഹത്തെ അധിക്ഷേപിച്ച സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ഒറ്റയ്ക്ക് പോരാടിയ AP രതീഷിന് വനിതാ കൂട്ടായ്മയുടെ ആദരം. മണിയന്ത്രം സ്കൂൾ പരിസരത്ത് കഴിഞ്ഞ ഫെബ്രുവരി 21-ന് സ്ത്രീകൾക്കെതിരായി അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചെഴുതിയ ഫ്ലെക്സ് ബോർഡ് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും സ്ത്രീകളടക്കം ആരും പ്രതികരിക്കാൻ മുന്നോട്ട് വരാത്ത സാഹചര്യത്തിലാണ് പൊതുപ്രവർത്തകരും സിവിൽ ഡിഫൻസ് അംഗവുമായ AP രതീഷ് തന്റെ നിലപാട് വ്യക്തമാക്കി പോലീസിൽ പരാതി നൽകി ബോർഡ് നീക്കം ചെയ്തത്. ഇതിൽ പിന്തുണ അറിയിച്ചാണ് വനിതാ ദിനത്തിന്റെ ഭാഗമായി സാമൂഹിക പ്രവർത്തനത്തിന് നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള മോളി ജെയിംസിന്റെ നേതൃത്വത്തിൽ മലർവാടി സ്ത്രീ കൂട്ടായ്മ പ്രസിഡന്റ് മോളി മൊമന്റോ നൽകിയും ആൻസി ജോർജ് ഷാൾ അണിയിച്ചും രതീഷിനെ ആദരിച്ചത്. താൻ ഒറ്റയ്ക്ക് പ്രതികരിച്ചതിൽ നിരവധി കുറ്റപ്പെടുത്തലും പരിഹാസവും കേട്ടെങ്കിലും അപ്രതീക്ഷിതമായി സ്നേഹവും തന്റേടവുമുള്ള സ്ത്രീ കൂട്ടായ്മയുടെ പിന്തുണ ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും രതീഷ് പറഞ്ഞു. ഇപ്പോ എനിക്ക് ഈ മൊമെന്റ് നൽകി എന്നെ ആദരിക്കുവാനിവിടെ വന്ന സ്ത്രീകളോട് എനിക്ക് വളരെയധികം സ്നേഹമുണ്ട്. ഇത് ഞാൻ ഓരോ ആൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം. അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് ഏത് ഉന്നതനാണെങ്കിലും സ്ത്രീകൾക്കെതിരായി നിരവധിയായിട്ടുള്ള ആക്രമണങ്ങളും
സ്ത്രീകളെ അപമാനിക്കലും എല്ലാം തുടർക്കഥയായി ഈ കേരളത്തിലും ഇന്ത്യയിലും എമ്പാടും നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ആളുകൾ പുരുഷ സമൂഹം മുന്നോട്ട് വരണമെന്നുള്ളതാണ് ഈ ഒരു കാര്യത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ അതിന് തെളിവായിട്ട് വളരെ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്ത്രീയെ അപമാനിച്ചു, പീഡിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് ഉന്നതനാണെങ്കിലും അവനെതിരെ പ്രതികരിച്ച് മുന്നോട്ട് വന്ന് അവനെ കൽത്തുറങ്കിൽ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഇറങ്ങാൻ പുരുഷ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം. അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ജാതി മത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും മുന്നോട്ട് വരണം. ഏത് ഉന്നതനായിക്കോട്ടെ, രാഷ്ട്രീയത്തിൽ ഉന്നതനോ ജോലിയിൽ ഉന്നതനോ ഏത് റാങ്ക് ഹോൾഡറോ ആരും ആയിക്കോട്ടെ, ഏത് ഉന്നതനാണെങ്കിലും സ്ത്രീകളെ സമൂഹത്തിൽ വളരെ താറടിച്ച് കാണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവരെ എല്ലാവരെയും കൽത്തുറങ്കിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്നും എന്റെ പോരാട്ടം ഉണ്ടാവും. എന്നോടൊപ്പം എല്ലാ പുരുഷ ആരവും ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറ്റ് അംഗങ്ങളായ അന്ന ജോർജ്, സിന്ധു രാജേഷ്, സുശീല വിജയൻ എന്നിവർ പ്രസംഗിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.